ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഒരു ഹാർപിക് ബോട്ടിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു മൊബൈൽ ഹോൾഡർ അല്ലെങ്കിൽ റിമോട്ട് ഹോൾഡർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിതൊക്കെ വെറുതെ വേസ്റ്റായിട്ട് ഉപയോഗിച്ച് കളയുന്ന ഒരു ബോട്ടിലാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ബോഡി ലോഷൻസിൻ്റെയോ അങ്ങനെയുള്ള ഒരല്പം വലിപ്പമുള്ള ഒരു ബോട്ടിലൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കത് വെച്ച് ഇത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് വലിയ വില കൊടുത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിനായിട്ട് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാം. ഈ സൈഡിൽ കൂടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ വര വരുന്നുണ്ട്. ആ ഒരു ലൈനിൻ്റെ ഒരല്പം മുകളിൽ കൂടെ വേണം നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാം. രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടുന്നുണ്ട്. ഷേപ്പിലാണിത് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു സ്റ്റിക്കർ കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാനൊരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രോബെറി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പോലത്തെ ഒരു 3D ടൈപ്പ് സ്റ്റിക്കറാണ്. അങ്ങനത്തെ ഒരു സ്റ്റിക്കർ കൊടുത്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡെക്കറേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നമുക്ക് ടേപ്പ്, പല കളറ് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ടേപ്പ് മേടിക്കാൻ കിട്ടും. അത് ഒരു റോളിന് 10 രൂപയൊക്കെ ഉള്ളൂ. അത് വെച്ച് ഒന്നുകിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ബീഡ്സ് വെച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ഇനി ബാക്ക് സൈഡിലായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം. ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് ഇങ്ങനെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിത് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് പീൽ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ബീഡ്സ് വേണ്ടവർക്ക് ബീഡ്സ്, ഹാഫ് ബീഡ്സ് ഒക്കെ മേടിക്കാൻ കിട്ടും. ഹാഫ് ബീഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല സാറ്റിൻ റിബൺസ്, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് മെറ്റീരിയൽ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.